സ്വാഭാവികമായും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് കാരണം ഇതിപ്പോൾ ഒരു സാധ്യതയാണ്, ഇത്തരം ഒരു കേസ് വന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊരു സാധ്യതയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എല്ലാവരും ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ പ്രതിനിധികളെല്ലാം പറയുന്നത് ഇതിൻ്റെ വൈകാരിക തലമാണ്. വൈകാരികമായി ഇത് വിശ്വാസികൾക്ക് ആ നിലയ്ക്കുള്ള സംശയങ്ങൾ തോന്നുന്നു, അവർക്ക് വിഷമമുണ്ട് എന്നൊക്കെയുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ വൈകാരിക തലത്തിനപ്പുറം ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ കാര്യത്തിൽ ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണങ്ങളെ വിശ്വാസത്തിനെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ചാനലുകൾ മാറ്റി നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു പരിധിവരെ അത് കേട്ടതിന് ശേഷം ഞാനും കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുള്ളതിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇന്ന് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുമോ എന്നറിഞ്ഞാൽ നമുക്ക് SIT ശരിയായ, അതായത് ഇതൊരു വിധി ദിനമായി ചാനലിലെ ജഡ്ജിമാർ തീരുമാനിച്ചിരുന്നു, ഇതൊരു വിധി ദിനമായിട്ട്. പക്ഷേ അങ്ങനെയല്ല ദൗർഭാഗ്യവശാൽ സംഭവിച്ചത്. കാരണം എന്താണ്, ഈ കാര്യത്തിൽ BJP കോടതിയിൽ പോയിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അവിടെയാണ് ദേവസ്വം ബെഞ്ചിൻ്റെ തന്നെ നിലപാട് വ്യക്തമായത്. കാരണം നിസ്സാരമായ കാര്യങ്ങൾക്ക് CBI അന്വേഷണം ആവശ്യപ്പെടരുത്, ഉപദേശ രൂപേണ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇക്കാര്യത്തിലൊക്കെ ഈ CBIയിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലീസുകാർ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് ആ കാര്യം അന്വേഷിക്കുക. ഇവിടെ ഇപ്പോൾ SIT വൃത്തിക്കാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ദേവസ്വം ബെഞ്ചിന്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട്. അത് വേറൊന്നുമല്ല, ഈ 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല. സങ്കീർണമായ കേസാണിത്. സ്വർണ്ണക്കവർച്ച അസാധാരണ കേസാണ്. കൊലപാതകവും മർദ്ദനവും പോലെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന അന്വേഷണമല്ല ഈ കേസിലേത്. കവർച്ചയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോയാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, SITയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമം അവിടെ DGPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഈ CBI അന്വേഷണം വേണം എന്നിവർ പറയുന്നു, ഞങ്ങളെങ്ങനെ അതിനകത്ത് അഭിപ്രായം പറയും? ഈ കേസ് ഏത് തലത്തിലാണ്, SITയുടെ കണ്ടെത്തൽ എന്താണ്, ഇതൊന്നും സർക്കാരിന് അറിയില്ലല്ലോ. അപ്പോൾ സർക്കാരിന് അറിയാത്ത ഒരു കാര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് നിലപാടെടുക്കുക? അപ്പോൾ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് കോടതിയാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമല്ലേ ഇത് എന്നുള്ളത്. അതായത് സർക്കാർ ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ സർക്കാർ തന്ത്രപരമായി അവിടെ ഈ വിഷയം അവതരിപ്പിച്ചതുകൊണ്ടാണ് സർക്കാരിന് ഇത് അറിയില്ല എന്ന് കോടതിയെ കൊണ്ടുകൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം. DGPയുടെ ആ ആർഗ്യുമെൻറ്റിൻ്റെ പോയിൻ്റ് അതാണ്. അപ്പോൾ അത് കോടതി ആ മട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്.